ഒരു സിനിമ അഭിനയിക്കുമ്പോൾ വേറെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്നുള്ള റൂൾസൊക്കെ ഉണ്ടോ കേരളത്തിൽ? ഓ, അത്രയും ഭയങ്കര പ്രൊഡക്ഷൻ കമ്പനീസൊക്കെയാണല്ലേ. നമുക്കറിയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ ഒരു വലിയ പ്രശ്നത്തിലേക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. എന്തോ ഇത്. ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർ ആവാൻ, ഒരു ലൈൻ പ്രൊഡ്യൂസർ എന്നൊക്കെ വേണേൽ പറയാം. ലൈൻ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലെന്ന് തോന്നുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടാവും. അവരായിരിക്കും ഈ മെയിനായിട്ട് അക്കൗണ്ട്സൊക്കെ നോക്കുക. ഈ ചുമ്മാ കാശ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കുകയല്ലല്ലോ, എല്ലാ കാര്യത്തിനും അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പോൾ ആക്ടേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാളുണ്ടാവും. അങ്ങനെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, മറ്റേത് മറിച്ച് കുറേ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിൽ തന്നെ ഒരു 4-5 പേരുണ്ടാവും. ഒക്കെയാണ് സിനിമയിൽ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൻ സ്റ്റീഫനെ കാണുന്നതെന്ന് പറഞ്ഞാൽ, സത്യത്തിൽ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എന്തോ ഒരു സ്പോട്ട് ബോയ് എന്തോ ഒരു സംഭവമാണ്. പക്ഷേ കയ്യിലൊരു ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു, ഒരു ഒരു ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു പുള്ളിയുടെ. അതിലിങ്ങനെ ഇങ്ങനെ കെട്ടായിട്ട് ഇങ്ങനെ നോട്ട് ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇത് കുറച്ച് കാലം മുമ്പേ തുടങ്ങിയതാണ്, ഒരു 10-15 വർഷം മുമ്പേ ഉള്ള ഒരു പരിപാടിയാണ്. എന്താണെന്ന് വെച്ചാൽ, വലിയ കാശുകാരൊന്നുമല്ല സിനിമ പിടിക്കുക. നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ, പണ്ടത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാശുകാർ, ഒരു 100 കോടിയൊക്കെ ആസ്തിയുള്ളവൻ വന്നിട്ട് സിനിമ പിടിക്കുകയാണ്. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് വീടും കാര്യങ്ങളൊക്കെ വിറ്റിട്ട് ഒരു 10-50 ലക്ഷം ഉണ്ടെങ്കിൽ സിനിമ പിടിക്കാനായിട്ട് ഇറങ്ങുന്ന അങ്ങനെ കുറേ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ടൈപ്പ് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിട്ടുണ്ടല്ലോ. ഭയങ്കര ഒരു ചലഞ്ചിങ് മേഖലയാണ്. നമ്മൾ അഭിനയത്തെക്കാട്ടിലും ചലഞ്ചിങ് ആണിത്. അഭിനയം എന്നൊക്കെ പറയുന്നത് ചുമ്മാ വന്നിട്ട് അഭിനയിച്ചിട്ട് പോയാൽ മതി, അങ്ങനെയാണ് അവർ കണക്കാക്കുക. പക്ഷേ അഭിനയിക്കുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള വേലയുണ്ടേ. ആക്ടിങ് ഈസ് റിയാക്ടിങ് എന്നാണല്ലോ. എന്താണേലും ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് കുറച്ച് കാലം മുമ്പ്, ഒരു 10 കൊല്ലം മുമ്പ്, ഉസ്താദ് ഹോട്ടലാന്ന് തോന്നുന്നു. ആ സിനിമയുടെ പ്രൊഡക്ഷൻ സമയത്ത് കയ്യിൽ കുറേ കാശായിട്ട് ഇയാളാണ് പ്രൊഡ്യൂസറെന്ന് എൻ്റെ അടുത്ത് വേറെ ഒരാൾ പറഞ്ഞു. ഞാൻ വിചാരിച്ചു, സമ്മതിക്കണം അല്ലേ. ഇയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ചിട്ട് സിനിമ ഉണ്ടാക്കുക, പിന്നെ ഇതിൻ്റെ ലാഭം ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. ഇതൊക്കെ ഭയങ്കര ടാലൻ്റാണ് കേട്ടോ. ഇത്രയും ടാലൻ്റൊക്കെ ഉണ്ടായാലും വിലയില്ലെന്ന്. വലിയ സിനിമ മേഖലയിൽ ഇപ്പോൾ ഭയങ്കര സിനിമകളൊക്കെയാണ് എടുത്തത്. ഇപ്പോൾ ഈ അടുത്ത് ഭയങ്കര സക്സസ് ആയിരുന്നു. എന്താണേലും ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുമ്പോൾ പുള്ളിയുടെ കുറേ സിനിമകൾ പൊട്ടിയൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്ക് വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയൊക്കെ വന്നിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയിലേക്ക് പുള്ളി പോയിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. സത്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പുള്ളി വന്നിട്ട് ഒരുമാതിരി ഊളി വർത്താനം എന്നൊക്കെ വേണേൽ പറയാം ഇതിന്. പക്ഷേ ഞാൻ ഇതിനെ വേറെ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു പ്രൊമോഷനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു പ്രൊമോഷൻ ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഇത് ശരിക്കും ഭയങ്കര പ്രശ്നമാണ്. ഇതിലിപ്പോൾ ഫെഫ്ക വരും, അവർ വരും, ഇവർ വരും എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇയാളുടെ അടുത്ത പടം വരാൻ പോകണല്ലോ, അപ്പോൾ അതിലേക്ക് ഒരു പ്രൊമോഷൻ, കുപ്രസിദ്ധി, അതാണല്ലോ. ഞാൻ ഇന്നലെ ഒരു ടോപ്പിക്ക് ഇങ്ങനെ വേടൻ്റെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. മറ്റേ അഡ്വക്കേറ്റ് ആളൂർ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധി വെച്ചിട്ട് ഈ മറ്റേ ഭയങ്കര സംഭവം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ എന്താണേലും അടുത്ത് ഇയാളുടെ വരാൻ പോകുന്ന സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ ഇയാൾ കുറേ പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള ഒരു ഇത് കേൾക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ അല്ലെങ്കിലും അത് സത്യമല്ലെങ്കിലും ഇയാളിതൊരു പ്രൊമോഷൻ ഐഡിയ ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബുദ്ധിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പുള്ളി കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പിരിച്ചിട്ട് അതിങ്ങനെ അവിടെ വെച്ച് ഇവിടെ വെച്ച് അവിടെ കൊടുത്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഭയങ്കര ടാലൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നടക്കുന്നത് ഒരു പിച്ചക്കാരനെ പോലെയാണ്. ഞാൻ ഇങ്ങനെ ആ വാക്ക് പറയുന്നതുകൊണ്ട് ഒന്നും തെറ്റിദ്ധരിക്കരുതല്ലോ. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴല്ല കേട്ടോ, ഇപ്പോൾ പുള്ളി അങ്ങനെയാണോ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു 10 കൊല്ലം മുമ്പേ പിന്നെ ആൾ ഭയങ്കര എന്താ പറയുന്നത്, ഏച്ചീന്നൊക്കെ വേണേൽ പറയാം. എവിടെയെങ്കിലും പറ്റുന്ന സ്ഥലത്തൊക്കെ കാശ് കൊടുക്കാണ്ട് പോവുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ചെയ്താലേ പ്രൊഡക്ഷനിലൊക്കെ വിജയിക്കാൻ പറ്റുള്ളൂ, ബിസിനസ്സിൽ അങ്ങനെയൊക്കെ ചെയ്താലേ വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ചില ഭയങ്കരമായിട്ടുള്ള ബിസിനസ്സുകാരൊക്കെ ഉണ്ട്. എന്താണെങ്കിലും അതൊക്കെ അവരുടെ വിശ്വാസം.
ഒരുത്തൻ്റെ നാവിക്ക് ചവിട്ടിയിട്ടാണല്ലോ മറ്റേ ബിസിനസ് ഇവർ കെട്ടി ഉണ്ടാക്കുന്നത്. ആണെങ്കിൽ അവരൊക്കെ അങ്ങനെ പോട്ടെ. അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് പുള്ളി. ഈ ഒരു പൊസിഷൻ, ഈ ഒരു സ്റ്റാറ്റസ് ഇൻ ലൈഫ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭയങ്കര സംഭവമായിട്ടൊക്കെ ഇരിപ്പുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മാരി വന്ന് ഒരു ഓളി വർത്തമാനം പറയുന്നത്. അതായത് ഒരു പ്രമുഖ നടൻ, ദിലീപാണോ, നിവിൻ പോളിയാണോ, ടൊവിനോ ആണോ, ദുൽഖർ സൽമാനാണോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് നിവിൻ പോളിയാണ്, ഇത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ് നിവിൻ പോളിയെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കുറേ ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. നിവിൻ പോളി ആകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നിവിൻ പോളി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഔട്ടാണല്ലോ. ശരിക്കും ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ മേളിലോട്ട് കയറി പുള്ളി അതോടെ ഫൂ എന്ന് പറഞ്ഞുകൊണ്ട് താഴോട്ട് പോയ ഒരു സ്ഥിതിയാണ് നിവിൻ പോളിയുടെ കേസ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാൻ പറ്റും ഇത് നിവിൻ പോളിയാണോ അല്ലെങ്കിൽ മറ്റേ ഷെയ്ൻ നിഗമോ. ഒരു സിനിമ അഭിനയിക്കുമ്പോൾ വേറെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലെന്നുള്ള റൂൾസൊക്കെ ഉണ്ടോ കേരളത്തിൽ? അത്രയും ഭയങ്കര പ്രൊഡക്ഷൻ കമ്പനീസൊക്കെയാണല്ലേ. നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അടുത്ത് തമിഴിൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്ന സിനിമ വന്നു. അതിന് തൊട്ട് മുമ്പേ വിടാമുയർച്ചി എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. രണ്ട് സിനിമയിലും അഭിനയിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് കേട്ടത് നമ്മൾ അജിത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ കേരളത്തിൽ ഇത്രയ്ക്കും വലിയ പ്രശ്നമാണോ? ഒറ്റ സിനിമയിലേ അഭിനയിക്കാൻ പാടുള്ളൂ. അത്രയ്ക്കും ഡെഡിക്കേഷനാവില്ലേ? ഈ മറ്റേ ജയറാം റെട്രോയിലൊക്കെ വന്ന പോലെ. എന്താ പാടേ ഇത്? നന്നായി കൂടെ? കോമാളിത്തര ഒരുമാതിരി വളിപ്പം പരിപാടി കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടോ വളിപ്പം പരിപാടി? ഇത് ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഈ റെട്രോ സിനിമയിൽ അൺസൈക്കബിളായിപ്പോയി. അത് പൊതുവെ കാർത്തിക് സുബ്ബുരാജ് എന്ന് പറയുന്ന ഈ ഒരു സംവിധായകനുണ്ടല്ലോ, പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി ഇപ്പോൾ ഭയങ്കര ഹൈ ക്ലാസ് ആയിപ്പോയി. പുള്ളി ഇപ്പോൾ വേറെ ലെവലാണ് മച്ചാൻ. ഇപ്പോൾ വേറെ ലെവലായിട്ടിരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ പൾസൊന്നും അറിയില്ല. ഈ നിവിൻ പോളിക്കൊക്കെ പറ്റിയത് ഇവർ ഭയങ്കര ഹൈ ക്ലാസ് ആയിപ്പോയി. ഈ തുറമുഖം സിനിമയാണെന്ന് തോന്നുന്നു, അതിൻ്റെ എന്തോ പ്രൊമോഷൻ ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നിവിൻ പോളിയുടെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര പുള്ളി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ആണ്. വേറെ ഏതോ രണ്ട് ആക്ട്രസോ രണ്ട് നടിമാരൊക്കെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, കുറേ കാലം മുമ്പാണല്ലോ. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. അതാണത് പൊട്ടിയത്. കാരണം ഈ കൂടെ നിൽക്കുന്നവൻ അണ്ണാ സൂപ്പർ അണ്ണാ, സൂപ്പർ സാർ, സൂപ്പർ സാർ ഇങ്ങനെ പറഞ്ഞ് കയറ്റി വിടുന്ന ആൾക്കാർ ഭയങ്കര കൂടുതലാണ് ഈ സിനിമാ രംഗത്ത്. കാരണം അവർക്ക് എന്നാലേ കഞ്ഞി കുടിച്ച് പോകാൻ പറ്റുള്ളൂ. അവർക്ക് മറ്റേ നിലനിൽപ്പ്, അവരുടെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് ഈ ഓക്കെ സൂപ്പർ സാർ എന്ത് പറഞ്ഞാലും ഓക്കെ പറഞ്ഞാലേ, ഞാൻ ആ കുഴിയിൽ ചാടട്ടെ, സൂപ്പർ സാർ, സൂപ്പർ സാർ. ഈ ചോദിക്കുന്നവനും മണ്ടനാണ്. പിന്നെ ഇവർക്ക് ബുദ്ധിയുള്ള ആൾക്കാരെ അടുത്ത് വെക്കാനും പറ്റില്ല. അവനാരാ, അത്രയ്ക്കും വലിയ ആളാ എന്ന്. ശരിക്കും ബുദ്ധിയുള്ള ആൾക്കാരെ വെച്ചാലല്ലേ മണ്ടന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ സിനിമ നന്നാവുള്ളൂ. അതില്ല ഇവർക്ക്. എന്തെങ്കിലും വെട്ടിത്തുറന്ന് അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സിനിമയിൽ നിന്ന് പുറത്താണ്. അതുപോലെ ഹൈറാർക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് സിനിമയിൽ. അപ്പം അങ്ങനെയാണ് ഈ ഒരു റെട്രോ പോലത്തെ സിനിമയൊക്കെ വരാനുള്ള കാരണം അതൊക്കെയാണ്. ഈ റെട്രോ അതിനു മുമ്പേ മറ്റേ എന്തായിരുന്നു കങ്കുവ, ഈ കങ്കുവയെക്കാട്ടിലും റെട്രോ ബെറ്ററാണെന്നുള്ള രണ്ട് കണ്ണും ഇല്ല അതിൽ ഭേദമാണ് ഒരു കണ്ണുള്ളത് എന്നൊക്കെ പറഞ്ഞ പോലെ അത് പറഞ്ഞാലും ശരിയാവില്ല. അത് വേണ്ട. ഇത്രയ്ക്കും വളിപ്പം പടം, ഈ റെട്രോ എന്ന് പറയുന്ന പോലത്തെ ഒരു വളിപ്പം പടം ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതിൽ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ജയറാം, മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ എന്തോ ഒരു വില്ലനുണ്ടല്ലോ, എന്തോ ഭയങ്കര പേരൊക്കെയാണ് അവൻ്റെ. പിന്നെ ജോജു. ഈ ജോജു ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഈ ജോജുവിനുള്ള PR വർക്ക്? കാരണം ഇത് ഇയാളുടെ ഈ വളർച്ച കാണുമ്പോഴേ ഈ ഒരു ചുമ്മാതെ പോയിട്ട് ഇപ്പോൾ തഗ് ലൈഫിൽ അഭിനയിച്ചിട്ടുണ്ട്. മണിരത്നമാണേ, മണിരത്നത്തിന് ഒരു 10 അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു 4 അസിസ്റ്റൻറ്റ് ഡയറക്ടറൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഈ 4 അസിസ്റ്റൻറ്റ് ഡയറക്ടറിൽ അവർക്ക് ഓരോ അസിസ്റ്റൻറ്റിനും 4 അസോസിയേറ്റ് ഉണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഈ ഡയറക്ഷൻ ക്രൂ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10-50 പേര് കാണും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് ഈ മണിരത്നം എന്ന് പറയുന്നത്. ഈ മണിരത്നം പോലത്തെ ഒരു വ്യക്തിയുടെ സിനിമയിൽ ഈ ഊളനെയൊക്കെ എന്തിനാണ് കാസ്റ്റ് ചെയ്തതെന്നാണ്
എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ മണിരത്നത്തിനുള്ള ഒരു പാളിച്ചയും കൂടെ ആണത്. മണിരത്നത്തിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലൈം ലൈറ്റിലുള്ള ആൾ, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു 2-3 സിനിമ 4 സിനിമ ചെയ്തിട്ട് അയാളിപ്പോൾ ടോപ്പിലാണെങ്കിൽ അയാളെ എടുക്കും. ചെറിയ റോളായിരിക്കും സിനിമയിൽ. സാർ അവിടെ തീ കത്തി എന്ന് പറയുന്നതായിരിക്കും. സാർ അയാൾ മരിച്ചു, സാർ അവൻ സെത്തിട്ടാ സാർ, ഇത്രയേ ഉള്ളാവും. ഇതിന് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റാറിനെയൊക്കെ ആയിരിക്കും. എന്താണേലും തഗ് ലൈഫ് വരാൻ പോകുന്നുണ്ട്. റെട്രോ കഴിഞ്ഞിട്ട് തഗ് ലൈഫും മറ്റേ ബഗ്. പക്ഷേ മണിരത്നം എന്നുള്ള പേരുള്ളതുകൊണ്ട്, പിന്നെ കമലഹാസനുണ്ട് അതിനകത്ത്, അതുള്ളതുകൊണ്ട് എനിക്കൊരു ബിലീഫുണ്ട് ആ പടം ഭയങ്കര പടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ റെട്രോ പോലത്തെ ഒന്നും ആവില്ല കേട്ടോ. അയ്യോ എന്തോ കാണിച്ചു വച്ചിരിക്കുന്നു. ആ ഒരു 15 മിനിറ്റ് ആ പാട്ടും ഡാൻസും അതിൻ്റെ ഇടയിൽ കുറേ ഇടിയും കനിമ, പാട്ടൊക്കെ രസമുണ്ടായിരുന്നു. പാട്ടൊക്കെ മറ്റേ വൈറലാണെന്ന് വെച്ചോ, ഇൻസ്റ്റയിലും അവിടെ ഇവിടെയൊക്കെ വൈറലാണ്. പക്ഷേ ഇവിടെ കഥയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? കഥ എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ മാത്രം ഇങ്ങനെ ആക്കാമെന്നൊക്കെ ആക്കി വെച്ചുകൊണ്ട് കഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കഴമ്പിതിങ്ങി, പിന്നെ ഈ അഭിനയിക്കുന്ന ആൾക്കാർ ഈ ഓരോരോ സീനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ ജയറാമിൻ്റെ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ എന്തുപാട് ഇത് എവിടെ നിന്ന് കിട്ടിയത്? ഇത് മറ്റേ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഫഹദണ്ണ വരുമല്ലോ ഇങ്ങനെ, എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു, അവിടെ നിന്ന് അടിച്ചു മാറ്റിയാന്ന് തോന്നുന്നു. ഇത് ഈ കാർത്തിക് സുബരാജിൻ്റെ വേറെ ഒരു പ്രശ്നമുണ്ട്. കാർത്തിക് സുബരാജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രെൻഡ് നോക്കിയിട്ട് അതിൻ്റെ പുറകിന് പോകുന്ന ഒരു പരിപാടിയുണ്ട് പുള്ളിക്ക്. പുള്ളി ശരിക്കും ഒരു ട്രെൻഡ് സെറ്ററാണ്. പക്ഷെ ഒരു സിനിമ ഒരു കഥ 2 കഥ 4 കഥ, ഈ കഥയില്ലല്ലോ. ഇപ്പോൾ പിന്നെ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു ഊറ്റെന്ന് പറയുന്ന ആ ഒരു സംഭവം അതില്ലല്ലോ. അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഇങ്ങനെ ആദിക് രവിചന്ദ്രൻ എന്ന് പറയുന്ന ആൾ മാർക്ക് ആൻ്റണിയിൽ കാണിച്ചത്, ഗുഡ് ബാഡ് അഗ്ലിയിൽ കാണിച്ചത്, അയാളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ നൊസ്റ്റാൾജിക് ഫീലിംഗ് കൊണ്ടുവരികയാണ്. മാർക്ക് ആൻ്റണിയിൽ കാണിച്ചത് കണ്ട ഉടനെയാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഈ റെട്രോ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഒരു തോന്നലാട്ടോ. എന്തൊരു കാട്ടവരാതം എന്നൊക്കെ മറ്റേ ഇവൻ എന്തോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കാട്ടവരാതം എന്നുള്ള വാക്ക്. ഇങ്ങനെ എന്തൊരു കാട്ടവരാതമാണ് ഈ ഫിലിം റിവ്യൂവേ. മറ്റേ ഫസ്റ്റ് ഷോ ഇൻ്റർവെൽ ആവുന്നതിന് മുമ്പേ വന്നിട്ട് ഇതാണ് വേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ്, ഇതൊക്കെ കാട്ടവരാതമാണെന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനത്തെ പടമൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? പിന്നെ എന്തുമായി കാണിച്ചു വെച്ചിരിക്കുന്നത്? അതായത് ഇത് പടം കൊള്ളില്ലെന്ന് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ വേറെ കുറേ ആൾക്കാർ വരും. ആ പടത്തിനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതി അങ്ങനെയല്ല. ആ പടം എന്ന് പറഞ്ഞാൽ ആ പടത്തിൻ്റെ അതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഊളന്മാരെ സിനിമ നമ്മൾ കാണുന്നത്, ഒരു സിനിമ നമ്മൾ പോയിട്ട് കയ്യിലുള്ള കാശ് കൊടുത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തക്ക രീതിയിൽ ആ സിനിമ എടുത്തു വെക്കണം. അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു പവർ കാരണം അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമുക്ക് ആ ഒരു ലേണിംഗ് ഉണ്ടാവണം. ആ ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് നമുക്ക് ആ ഒരു ലേണിംഗ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്കുണ്ടാവണം. അതാണ് ഫിലിം മേക്കറിൻ്റെ ഒരു ടാലൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ മണിരത്നം എന്ന് പറയുന്ന ആൾ നായകൻ സിനിമ ഗോഡ് ഫാദറിൽ നിന്നൊക്കെ കോപ്പി അടിച്ചാണ്. എന്നാലും അത് കാണുമ്പോൾ നമ്മൾ ആ ഒരു പുതിയ മേക്കിംഗ് ആണ്. ആ സമയത്ത് ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് മേക്കിംഗ് ഉള്ള സമയത്ത് പുള്ളി അത്രയ്ക്ക് അത് ഫീൽ ചെയ്ത് എടുത്ത കാരണം നമുക്കത് കാണുമ്പോൾ അതൊരു ട്രെൻഡായിട്ട് മാറുകയാണ്. അതുപോലെ സിനിമ എടുക്കണമെന്ന് അടുത്തുള്ള കൂടെയുള്ള സംവിധായകർക്കൊക്കെ തോന്നുകയാണ്. അതാണ് ഫിലിം മേക്കിംഗ്. അല്ലാതെ എന്തെങ്കിലും ചപ്പും ചവറും എടുത്തു വെച്ചിട്ട് ഇത് കൊള്ളില്ലെന്ന് ആൾക്കാർ പറയുമ്പോൾ, നിനക്കൊക്കെ ഒരു മൊബൈലും ഒരു മൈക്കും ഒരു ഇൻ്റർനെറ്റും ഉണ്ടെങ്കിൽ നീയൊക്കെ വന്ന് എന്ത് തോന്നിയാസവും പറയും, നിനക്ക് എന്തറിയാം, നിനക്ക് ലെൻസ് വെക്കാൻ അറിയാമോ, നിനക്ക് കണ്ടി പിടിക്കാൻ അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോനെ. അതിങ്ങനെ നോക്കണം, ആ ഫിലിം മേക്കിംഗ് ഇങ്ങനെയാണ്, അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ വാലിബെന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതാണല്ലോ, എന്താണ് കാണിച്ചു വെച്ചത്? അതുപോലെയൊക്കെയാണ് ഈ റെട്രോ. ഭ്രാന്തായിപ്പോയി. ഈ കാർത്തിക് സുബരാജ് പിന്നെ അതിൻ്റെ റൈറ്റേഴ്സ് ആരൊക്കെയാണോ ഇവന്മാർക്ക് ഭ്രാന്തായിപ്പോയി സത്യത്തിൽ. അതാണ് സംഭവിച്ചിരിക്കുന്നത്.